ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ റൂം. ഇതാണ് എൻ്റെ റൂം. എങ്ങനെയുണ്ട്? പെയിൻറ്റൊക്കെ അടിച്ച് നമ്മൾ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് മൈ 2025 വിഷൻ ബോർഡ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. ആൻഡ് ഈ റൂമിൻ്റെ മൊത്തം ലുക്ക് വന്നിട്ട് ഇതാണ്. നല്ല ബ്യൂട്ടിഫുള്ളാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതിന് മുന്നേ ഈ റൂമിൻ്റെ ലുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ എൻ്റെ കലാവിരുത് മൊത്തം തീർത്തൊരു റൂമായിരുന്നു. അങ്ങനെ 3 കോട്ട് അടിച്ചതിന് ശേഷമാണ് നിങ്ങൾ കണ്ട ലുക്ക്. ഓക്കെ, അതിൻ്റെ ഫേസ് ബോർഡൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ മുറ്റത്ത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ചാമ്പങ്ങ മരമുണ്ട്. ചാമ്പങ്ങയിൽ നിറച്ച് പുഴുവാണ്. എന്നാൽ നല്ല ചാമ്പങ്ങയൊക്കെ അങ്ങ് മുകളിലാണ്. അത് കോലിട്ട് തട്ടി അടിച്ചാലും നിലത്ത് അപ്പുറത്തെ കുടിയിലോട്ട് പോയി കിടക്കും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ കിളിക്കൂടുണ്ട്. ഇതിനകത്ത് 2 കുഞ്ഞു കിളികളുണ്ട് കേട്ടോ. തളപ്പ് തീറ്റയും കൊണ്ടിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്കൂട്ടാവാം. ആൻഡ് മൊത്തം ചാമ്പങ്ങയും നിലത്താണ്. ചെടിച്ചട്ടിയിലൊക്കെ പോയി ചാമ്പങ്ങ അടക്കുന്നുണ്ട്. എന്തിനാണാവോ എന്തോ. അപ്പോൾ വീട് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ലോക്ക്ഡൗൺ സമയത്തെ കലാവിരുതുകൾ ഞാൻ കാണുന്നത്. ഓക്കെ, ആൻഡ് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വച്ചേക്കണ പൗഡർ ടിന്ന്, പിന്നെ എന്തോ ഒരു മറ്റേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ എന്താ പൂജയുടെ പോലത്തെ എന്തോ ഒരു സാധനം. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുന്തിരിക്ക, ഇങ്ങനെ കൊതുക് വരാണ്ട് കുന്തിരിക്ക പുകയ്ക്കണ സാധനമാണ്. പക്ഷെ ഞാൻ ഇനി അത് എടുക്കും. അത് എൻ്റെയാണ്, അത് ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ തുണി വിരിച്ചിട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒടുക്കത്തെ വെയിലായിരുന്നു. ഇപ്പോൾ സമയം 4:30 മണിയാണ് കേട്ടോ, വൈകുന്നേരം. അപ്പോൾ നമുക്ക് കുറച്ച് എസ്തെറ്റിക് ഷോട്ട്സ് എടുക്കാം. ആൻഡ് അലക്കുകല്ലിൻ്റെ അവിടെ പോയി നിന്നാണ് എനിക്ക് എസ്തെറ്റിക് ഷോട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുവരെ കുളിച്ചില്ല, അപ്പോൾ കുറച്ച് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ കണ്ണുകൾ പോയത് നേരെ ആലുവേരയിലേട്ടാണ്. ഈ ഒരു ആലുവേര നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഈ അങ്ങാടിക്കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ അറ്റം മുറിഞ്ഞു പോകുന്നുണ്ട്. നട്ടിട്ട് കുറച്ച് നാളായുള്ളൂ. അതുകൊണ്ട് തന്നെ പിടിച്ചോന്നൊന്നും ചോദിച്ചാൽ അറിയില്ല. എന്നാലും നമ്മൾ ഒരു ഇതൾ മാത്രം എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ, ഒരു തണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ഡാമേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷേ അറ്റം മുറിഞ്ഞു പോകുന്നുണ്ട്. അത് എന്നാന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 3 എണ്ണത്തിൻ്റെ അറ്റം പോയിരിക്കുവാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇത് വേണോ അത് വേണോ എന്നാണ് എൻ്റെ കൺഫ്യൂഷൻ. പക്ഷേ ഞാൻ താഴെ അടിയിൽ നിന്ന് ഏതാണ് മുളച്ചു തന്നെ അത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അറ്റത്തുള്ളായിരുന്നു കേട്ടോ. ഇതിനകത്ത് നിറച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ട്. നമുക്ക് ഞാൻ നല്ല രീതിയിൽ കഴുകിയെടുക്കണം. പിന്നെ ഇത് മുള്ളുള്ള ആലുവേരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൈയൊന്ന് സൂക്ഷിക്കണം. പിന്നെ മുള്ളും കളയണം. പിന്നെ മുള്ളുള്ളത് എന്തിനോ നല്ലതല്ല എന്നൊക്കെ പറയണ്ട. അതൊന്നും എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും മുള്ളുള്ള എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് എനിക്കറിയെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ ഈ ഒരു ആലുവേരയ്ക്ക് ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വൈറ്റ് വര കണ്ട, അറ്റം വരെ തുടക്കം തൊട്ട് അറ്റം വരെ ഒരു വൈറ്റ് വരയുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഈ വീഡിയോയിലാണ് ഞാൻ ശരിക്കും കാണുന്നത്. വൈറ്റ് വര കണ്ട അടിപൊളിയല്ലേ. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ആലുവേര മുന്നേ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നല്ലാന്നുള്ളൂ, കടയിൽ നിന്ന് വാങ്ങുമ്പോൾ. അതിലൊക്കെ ഇങ്ങനെ ജെല്ലെടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെല്ല് കറക്റ്റ് ആവില്ല. ഈ പച്ച സാധനം കയറി വരലുണ്ട്. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് 3 പീസിൽ നിന്ന് ഞാൻ ജെല്ലെടുത്തു. കറക്റ്റായിരുന്നു. അത് എനിക്ക് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും കുറച്ച് സൺ കിസ്സൊക്കെ അടിച്ചിട്ട് എന്താ പറയുക, ആലുവേര നല്ല ക്യൂട്ടായിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെള്ളം തുറന്നിടാം. വെള്ളത്തിൽ നല്ലോണം കഴുകണം. മഞ്ഞക്കറ പോയില്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. മഞ്ഞക്കറ പോയില്ലെങ്കിൽ ഹെയറും ഫേസൊക്കെ നല്ലോണം ചൊറിയും. എന്ന് വെച്ചാൽ നല്ല ചുവന്ന് വരും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടും മഞ്ഞക്കറ കളഞ്ഞതിന് ശേഷം ക്ഷമയോടെ നമ്മൾ ആലുവേര ജെല്ലെടുക്കുക. ഓക്കെ, നല്ല കട്ടിയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. കണ്ടോ, ഇനി നിങ്ങൾ നോക്കിക്കോ. ഈ മുറിക്കണ ഇപ്പം എങ്ങനെ മുറിച്ചാലും കുഴപ്പമില്ല. ഇതിപ്പോൾ കട്ടി കൂട്ടിയോ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് മുറിച്ചാലും ഒന്നും കുഴപ്പമില്ല. പക്ഷെ ജെല്ലെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയണം. എന്താ പറയുക, ജെല്ലെടുക്കുമ്പോൾ ആ ഒരു പച്ച സാധനം വരാണ്ട് ഇങ്ങനെ കറക്റ്റ് ജെല്ല് മാത്രമായിട്ടൊന്നും ഈ എന്താ പറയുക, ഇംഗ്ലീഷ് ചാനലിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഇരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞസി ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് മുന്നേ കുഞ്ഞസി എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നേരത്തെ വീഡിയോ ശ്രദ്ധിച്ചവർക്ക് കാണാം, ആ ഒരു എൻ്റെ കൈയുടെ ആ ഒരു ഭാഗം നടക്കണ ഭാഗത്തൂടെ എൻ്റെ കുഞ്ഞസി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞസീനെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. കണ്ട എന്ത് സൂപ്പറാന്ന് നോക്ക് ഗൈസ്, അടിപൊളിയായിരുന്നു. കൈ ഇങ്ങനെ കിടന്ന് തെന്നുമായിരുന്നു, എനിക്ക് പിടിക്കാൻ കിട്ടില്ലായിരുന്നു. അങ്ങനെ എല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് എനിക്ക് ഇത്ര പെർഫെക്റ്റായിട്ട് ആലുവേര ജെല്ലുകൾ കിട്ടണേ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ടോ, ഇതൊക്കെ കണ്ടോ എന്ത് രസമാണ് നോക്കി. എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ ബളബളാന്ന് കളിച്ചുകൊണ്ടിരിക്കാൻ തോന്നുമായിരുന്നു. സോ ഞാൻ എന്താ പറയുക, കട്ട് ചെയ്തതും കൂട്ടി 6 ലീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ
എന്താ പറയുക അതെല്ലാം കട്ട് ചെയ്ത് കണ്ട ഫിനിഷായിട്ട് കണ്ട എല്ലാ പച്ചയിലേന്നും ഒരു തുള പോലും വന്നിട്ടില്ല. ഈ സ്പൂണിൻ്റെ കഴിവാന്ന് തോന്നുന്നു. ഞാൻ മുന്നേ ഒക്കെ ചെയ്യുമ്പോൾ ഈ ആലുവേറ ജെല്ലിൽ കൂടുതലും പച്ച കളർ ഇടയ്ക്കൂടെ കാണുമായിരുന്നു. കണ്ട ഇപ്പോൾ ഒന്നിലും പച്ചയില്ല. മൊത്തം ആലുവേറ ജെല്ലും വൈറ്റായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, പച്ച കളറേ ഇല്ല. അപ്പോൾ ഞാൻ അത് മിക്സിയുടെ ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒന്ന് അരിച്ചൂറ്റി, അരിപ്പ് വെച്ച് അരിച്ചൂറ്റി അതിന് ശേഷം ക്ലീൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പം ചെയ്യുന്നില്ല, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നാളെ കുളിക്കാൻ നേരത്ത് എണ്ണ തേച്ചിട്ട് നമ്മൾ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചാൽ നല്ലതാണെന്ന് പറയണേക്കാം. ഈ ആലുവേറ ജെല്ല് 7 ദിവസം കണ്ടിന്യൂസ്, ഒരാഴ്ച കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ 1.5 ഇഞ്ച് നീളം വയ്ക്കും നമ്മുടെ മുടിക്ക്. വളരെ നല്ലതാണ് കേട്ടോ ആലുവേറ ജെല്ല്. പക്ഷേ എനിക്ക് മടി കാരണം ഈ ആലുവേറ ജെല്ല് നട്ടിട്ട് ആദ്യമായിട്ടാണ് ഞാൻ പറിക്കുന്നത്. അത്ര മടിയുള്ളൊരു കുട്ടിയാണ് ഞാൻ. ഓക്കെ, അങ്ങനെ ഞാൻ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് എസ്തെറ്റിക് ഷോട്ട് എടുക്കാൻ വേണ്ടി വീണ്ടും വർക്ക് മോളിലോട്ട് വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ സമയം 6:30 മണിയാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് വിളിക്കാറായി. അപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞസി, ഞാൻ പറയില്ല എവിടെ പോയാലും എൻ്റെ കൂടെ കുഞ്ഞസി വരും. കുഞ്ഞസിയായിട്ട് ഞാൻ കുറച്ച് നേരം കളിച്ചു. കുഞ്ഞസിക്ക് മേലിന് ചെള്ളുണ്ടെന്ന് തോന്നുന്നു, ചെള്ളല്ല എന്താ ചെള്ളുണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ഈ ഇടയായിട്ട് ഇങ്ങനെ കുത്തിയുരുമുണ്ട് കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ട് ഇണങ്ങിയിട്ടില്ല. പക്ഷെ എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കിടന്ന് കാണിക്കണത്. ഭയങ്കര എന്താ മെനച്ചിനായിട്ട് കിടന്ന് കാണിക്കണേ. അപ്പോൾ നമ്മൾ വാർക്കപ്പുറത്ത് വന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ്, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഞാൻ കുറച്ച് മേനെ എടുക്കുവാൻ അത്രേ ഉള്ളൂ. കണ്ടോ അവിടെ ഇവിടെ ഒക്കെ കാണിച്ചു തന്നെ കണ്ടോ. എൻ്റെ പുള്ളേനെ കുത്തിയിരുമൽ. അസ്സലാമലൈക്കും. പുള്ളക്ക് ചെവിയൊക്കെ നല്ല കച്ചിലാണ് എൻ്റെ വാലൊക്കെ ഇങ്ങോട്ട് ആഫ്റ്റർ കടിക്കടി 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 കടിക്കടി. ശരിക്കും പറഞ്ഞാൽ ഈ പൂച്ചേനെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളതുണ്ടല്ലോ, ഈ സ്ട്രെസ്സും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവരോട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ മതി. ഇവരുടെ കളി കാണുമ്പോൾ നമ്മൾ ടോട്ടലി റിലാക്സ്ഡ് ആവും. ഓക്കെ, അതിനാണ് നമ്മൾ പൂച്ചേനെ വളർത്തണേ. ഞാൻ 8 വർഷമായിട്ടോ പൂച്ചേനെ വളർത്തണു. ഗായ്സ്, ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മഞ്ഞ നിറം, ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു മഞ്ഞ നിറമാണ് ആകാശത്തിന്. പക്ഷേ എൻ്റെ ഐഫോൺ അല്ലാത്തതുകൊണ്ട് അങ്ങനെ ശക്തമായി കാണുന്നില്ല. എന്തായാലും ബാങ്ക് കൊടുക്കുകയാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ കയറി വന്നപ്പോഴാണ് ശ്രദ്ധിച്ച്, കുറേ നാൾക്ക് ശേഷം കേട്ടോ വാർക്കപ്പുറത്ത് ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെയായിട്ട് ഇങ്ങനെ ഇരിക്കണ സ്ഥലമുണ്ട് കേട്ടോ. അതാരും ഉണ്ടാക്കി വെച്ചെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനും നമ്മുടെ കുഞ്ഞസിയും കയറി വന്നതാണ്, അപ്പോൾ കണ്ടതാണ് കേട്ടോ. ഇവിടെ ഇരിക്കാം. ഇരിക്കണേന് സേഫ്റ്റി ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്കിനി ഇവിടെ വന്ന് വീഡിയോസൊക്കെ എടുക്കാം. ബാങ്ക് വിളിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പോവാണ്. അസ്സലാമലൈക്കും. അപ്പോൾ ഈവനിങ് റൂട്ടീൻ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല നടക്കുന്നത്. എന്തായാലും കുഞ്ഞസി എന്തെങ്കിലും പറയാനുണ്ടോ? ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഞാൻ ബാങ്ക് വിളിക്കണേന്ന് പറയണേന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ വീട് ഇങ്ങനെയാണ്. ചുറ്റിന് വീടുകളാണ് കേട്ടോ. മുകളിൽ താഴെ എല്ലായിടത്തും വീടുകളാണ്. തൊട്ട് പുറകുവശത്തും വീടുകളാണ്. തൊട്ട് പുറകുവശത്തുള്ള വീടിൻ്റെ ക്യാപ്പ് നോക്ക് നിങ്ങൾ. അവരുടെ ആ ഒരു ടോയ്ലറ്റും ഞങ്ങളുടെ ഈ ഒരു ഷീറ്റിൻ്റെ അത്രയും ക്യാപ്പുള്ളൂ. അവിടെയാണെങ്കിൽ മതിലുമാണ്. ഓക്കെ, ഇനി ഈ പിള്ളേരെ വിളിച്ച് താഴോട്ട് പോകണം. ഈ പിള്ളേർ അതിൻ്റെ ഇടയ്ക്ക് ഓടി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പിള്ളേരെ വരണ വരെ നമുക്ക് ഡ്രീമിനെ പറ്റി സംസാരിക്കാം. ഇതാണ് എൻ്റെ ഡ്രീം പ്ലേസ്. ഇവിടെയാണ് എനിക്കൊരു എസ്തെറ്റിക് വൈബിലുള്ളൊരു റൂം പണിയാൻ. ഇപ്പം തന്നെ ആവശ്യത്തിലധികം ലോണും ബാധ്യതയും കടങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടക്കോട്ട് ഇനി എനിക്ക് റൂമാണെന്ന് പറഞ്ഞാൽ വാപ്പ എന്നെ എടുത്തിട്ട് എറിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ആ ആഗ്രഹം മനസ്സിൽ മാത്രം വയ്ക്കുക. ആൻഡ് ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ ഒരു 5 വർഷത്തിനുള്ളിൽ ഇവിടെ ഒരു റൂം എനിക്ക് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്യും. ഓക്കെ, ഇന്നല്ലെങ്കിൽ നാളെ. ഓക്കെ, അപ്പോൾ എൻ്റെ ഡ്രീമിലെ പ്ലേസും കാര്യങ്ങളൊക്കെ ഞാൻ ഫോട്ടോയായിട്ട് കൊടുത്തിട്ടുണ്ട്. വാപ്പ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സലിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.